കണ്ണൂർ ഗസ്റ്റ് ഹൌസിന് സമീപത്ത് നിന്നും എടുത്തു മാറ്റിയ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം പുനഃസ്ഥാപിക്കും. കണ്ണൂർ DCCയുടെ നേതൃത്വത്തിലാണ് ശിലാഫലകം പുനഃസ്ഥാപിക്കുക. ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത ശിലാഫലകം എടുത്തുമാറ്റി മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പേരുള്ള ശിലാഫലകം സ്ഥാപിച്ചതാണ് വിവാദമായത്. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2015 ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് കണ്ണൂർ പയ്യാമ്പലം ബേബി ബീച്ചിൽ ഈ നടപ്പാതയും അതോടൊപ്പം തന്നെ കുട്ടികൾക്കായുള്ള ഒരു പാർക്കും നിർമ്മിച്ചത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തന്നെയാണ് ഈ പാർക്കും ഈ നടപ്പാതയും ഉദ്ഘാടനം ചെയ്തത്. ശിലാഫലകം ഉൾപ്പെടെ അന്ന് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 7 വർഷത്തിന് ശേഷമാണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം ഈ പാർക്കും അതോടൊപ്പം നടപ്പാതയും നവീകരിച്ചതിന് ശേഷം മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഇവിടെ എത്തിയ നവീകരിച്ച പാർക്കിൻ്റെയും നടപ്പാതയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. അന്ന് ഒരു ശിലാഫലകം സ്ഥാപിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ നേരത്തെ പാർക്കിൻ്റെ ഉദ്ഘാടനം ചെയ്തിരുന്ന മുഖ്യമന്ത്രിയുടെ ശിലാഫലകം, ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം എടുത്തു മാറ്റി എന്നതാണ് കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം വീണ്ടും കോൺഗ്രസ് DCCയുടെ നേതൃത്വത്തിൽ ഇവിടെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പ്രസിഡന്റ്, ഇത് ഉമ്മൻചാണ്ടിയെ ബോധപൂർവം അപമാനിക്കാനാണ് എന്നാണോ കോൺഗ്രസ് ആരോപിക്കുന്നത്? ഇത് ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്നതോടൊപ്പം തന്നെ ഇത് റിയൽ മന്ത്രി റിയാസിന് വേണ്ടിയുള്ള അദ്ദേഹം പറഞ്ഞിട്ടോ അദ്ദേഹത്തിന് വേണ്ടിയോ ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു വളരെ മോശപ്പെട്ട ഒരു വിവരമില്ലാത്ത ഒരു നിലപാട് ആണ് എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഇത്രയും വികസന നായകൻ, പൊതുസമ്മതനായ ഒരാളുടെ ശിലാഫലകം എടുത്തു കൊണ്ടുപോയി ഒരു കുപ്പത്തൊട്ടിയിലിട്ടു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഇത് കണ്ട ആൾക്കാരാണ് ഞങ്ങളോട് പറയുന്നത്. വളരെ വേദനയോടുകൂടിയാണ് അവർ പറയുന്നത്. ഞങ്ങൾ അപ്പോൾ തന്നെ ടൂറിസം സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് പരാതി മെയിൽ ചെയ്തു, കലക്ടർക്ക് ചെയ്തു, DTP സെക്രട്ടറിക്ക് ചെയ്തു. ഈ സമയം വരെ, ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന ഈ സമയം വരെ ആയിട്ടും ഒരു മറുപടി നമുക്ക് കിട്ടിയില്ല. ദൃശ്യങ്ങൾ കാണാം. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാം സാന്നിധ്യത്തിൽ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ പാത്വേ നവീകരിച്ചതിന് ശേഷം 2-3 ചിത്രം വരച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്. അതിനുവേണ്ടിയാണ് അവിടെ സ്ഥാപിച്ചതെടുത്ത് കളഞ്ഞിട്ട് അവിടെ വേറെ വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സങ്കുചിതമല്ലേ? മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം നവീകരിച്ച പാർക്കിൻ്റെ ശിലാഫലകം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ നടപ്പാതയിലും അതോടൊപ്പം തന്നെ പാർക്കിലും 2 ശിലാഫലകങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം അത് ഒരു പ്രതിഷേധമായി തന്നെയാണ് ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് ഈ ശിലാഫലകം പുനഃസ്ഥാപിച്ചത്.